ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തേങ്ങ വറുത്തരച്ച് മലക്കറി കറി വെക്കാം. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിലുള്ള കറി ഇതായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പം മലക്കറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങ ഇപ്പുറത്ത് തിരിങ്ങിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിൽ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നല്ല രീതിയിൽ വറുത്തെടുക്കണം. അങ്ങനെ ഞാൻ ഗ്യാസ് ഓൺ ആക്കി വെച്ചു. അതിനകത്ത് ദാണ്ടേ ചട്ടി എടുത്ത് വെച്ചു. നല്ല രീതിയിൽ തേങ്ങ വറുത്തെടുത്തു. നീ ഇതിനകത്ത് എന്താ വേണമെന്ന് അറിയുമോ? മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ തേങ്ങ വറുത്തെടുത്തു കേട്ടോ. അതവിടെ ഇരുന്ന് മാറട്ടെ. അപ്പം ഞാൻ മലക്കറി വേവിക്കാൻ വേണ്ടി ചട്ടി എടുത്തടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. അപ്പോൾ എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിനകത്ത് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ മലക്കറി ഇതിനകത്ത് വാരി ഇടുന്നുണ്ട്. മലക്കറി നമുക്ക് വേവിച്ചെടുക്കണ്ടേ. അപ്പം ഞാൻ മലക്കറി താണ്ടെ വാരി ഇട്ടു. അതിനുശേഷം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ പെട്ടെന്ന് വെന്ത് വരികയും ചെയ്യും, മലക്കറിയിൽ ഉപ്പ് പിടിക്കുകയും ചെയ്യും. അങ്ങനെ താണ്ടെ ഉപ്പൊക്കെ ഇട്ടു, വെള്ളം ഒഴിച്ചു. അങ്ങനെ മലക്കറി അവിടെ ഒന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ ആറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് പൊടിച്ച് അരച്ചൊക്കെ എടുക്കണ്ടേ. അങ്ങനെ ഞാൻ ജാറെടുത്തു. അതിനകത്ത് തേങ്ങ എല്ലാം കൂടെ വാരിയിട്ട് ആദ്യമേ നമ്മൾ പൊടിച്ചാണ് എടുക്കുന്നത്. അതിനുശേഷം ഒരു കഷ്ണം പുളി അതിനകത്ത് ഇട്ട് കൊടുത്തു. വെള്ളം ഒഴിച്ചതിന് ശേഷം അരച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ മലക്കറി ഇവിടെ കിടന്ന് വേവുന്നുണ്ട് കേട്ടോ. അങ്ങനെ താണ്ട് അരച്ചെടുത്തതിന് ശേഷം മലക്കറി വേവിൻ്റെതിനകത്ത് അരപ്പ് കോരി ഒഴിച്ച് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ തിളയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ തിളച്ചതിന് ശേഷം നമ്മുടെ സ്വാദിഷ്ടമായ മലക്കറി കറി നമുക്കിത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. ഞങ്ങളുടെ ഉച്ചയൂണിലെ കറി ഇതായിരുന്നു. അപ്പോൾ ബൈ.